ஹே ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம மார்க்க மூவி சீன் 2 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 1 ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்குறவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. சீன் 1ல் வந்து ஃப்ரெண்டு வந்து ஃப்ரெண்டு இல்லை, ஒரு 2 பேர் வந்து பேசிட்டு வந்து போவாங்க. அதில் வந்து ஒருத்தர் வந்து போட்டு போட்டு தள்ளிடுவாங்க. அது யாரான்னு சொல்லி பார்த்தா யாருன்னே புரியல. அவங்க வீட்டுக்கு வந்து அவங்க வந்து அவங்க ஃபேமிலி உள்ளவங்க பார்த்துட்டு போவாங்க. இவர் வந்து கண்ணு தெரியாது. இவர் கண்டுபிடிச்சிருவார். அந்த ஸ்மெல்லு, அந்த காரோட சவுண்டு இதெல்லாம் வச்சு வந்து கண்டுபிடிச்சிருவார். அவரையும் வந்து பார்த்தீங்கன்னா கடைசியில் வந்து கொன்றுவாங்க. என்னன்னு சொல்லிட்டு தெரியல. இது யாரா கொன்னன்னு சொல்லிட்டு பார்த்தா நம்ம ஜெகதீசன் சார். ஜெகதீசன் சார் அல்டிமேட்டாக வந்து காமிச்சிருக்காங்க. அந்த சேட்டன் வந்து வருவார்னு சொல்லிட்டு பார்த்தா முதல் சீனில் வந்து வரல. இந்த சீன்லையா வராரா என்னன்னு சொல்லிட்டு வீடியோக்குள்ளே போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ளே பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போகலாம். ஓஹோ. ஓ. Don't follow your brother's footsteps. Cyrus is insane. കയ്യും കൊണ്ടല്ല കാര്യങ്ങൾ നേടേണ്ടത്. Apply your brain. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ you can approach me. I am with you always. ചില സ്പെഷ്യാലിറ്റീസ് ഉള്ള കെമിക്കലാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വാട്ടർ ലയിപ്പിച്ചും നമുക്ക് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉണ്ടാക്കാം. ഇത് മറ്റുള്ള ആസിഡ്സ് പോലെ ഗ്ലാസ് കണ്ടെയ്നറുകളിലൊന്നും സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിയെത്തീൻ പോലുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുക. It's really toxic and corrosive and can cause severe burns. അന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് അവസാനമായി വിളിച്ചത്. എന്നെ കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. ആള് വീട്ടിലെത്തിയിട്ടുമില്ല. വിക്ടർ എന്നല്ലേ പേര് പോലെ? ആള് നിങ്ങളുടെ ആരാ? എന്റെ ബോയ്ഫ്രണ്ട് ആണ്. വിക്ടർ. And he's blind. Blind? നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? 3 years. വിക്ടർ ഒരു പെർഫോമർ ആണ്. And he's very smart. അവൻ വീട്ടിൽ പറയാതെ ട്രാവൽ ചെയ്യാറുണ്ട്. എന്നാലും എന്നോടെല്ലാം പറയും. പക്ഷെ ഇപ്പോ എനിക്കെന്തോ എന്തായാലും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. സാറേ, അന്ധനായ വിക്ടർ എന്ന് പറയുമ്പോ? യെസ്, നമ്മുടെ വിക്ടർ. ആ കുട്ടിയുടെ മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ ആ വിക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആ ബോഡി ഇപ്പൊ ഈ കുട്ടി കാണിക്കണോ സാർ? ആസിഡിലൊരുകിയ ഉടല് മാത്രമുള്ള ടോർസാണ് അവളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ആ ബോഡി ഐഡന്റിഫൈ ചെയ്യും. മരിച്ചത് വിക്ടർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? സാറേ, ആ ബോഡി ഐഡന്റിഫൈ ചെയ്തു. ആ പയ്യൻ തന്നെയാ വിക്ടർ. അതായത് ജോർജിന്റെ ഇളയ സഹോദരനാണ് വിക്ടർ. വസീം മർഡർ കേസിൽ ഒരു സാക്ഷിയായിട്ടാണ് വിക്ടർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ഡാറ്റാബേസിൽ വിക്ടറിന്റെ DNA ജോർജിന്റേതുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. എന്തിനും പഠിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയക്കണം. എന്നാൽ അവിടെ ഒരു നായുണ്ട്, an obedient people. ദത്ത് സഹോദരൻ മാർക്കോ. ജോർജിന് കച്ചവടം കൊടുക്കുന്നതിൽ മാർക്കോയ്ക്ക് കുടുംബമുണ്ട്. ചെറുപ്പത്തിലെ കൂട്ടുകാരുടെ കുടുംബക്കാർക്കും വേണ്ടി നടത്തിയ അക്രമങ്ങളും കേസുകളും ഒക്കെ ഒരുപാടുണ്ട് മാർക്കോയുടെ പേരിൽ. ഇപ്പൊ ആളെ നല്ല നടപ്പിൽ എൻഗേജ്മെന്റ് കഴിപ്പിച്ച് ഇറ്റലിക്ക് നാട് കടത്തിയിരിക്കുകയാണ് ജോർജ്. അല്ലേലും സ്വർണ്ണക്കച്ചവടം ഒരു നെറിയില്ലാത്തതാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. കൊന്നും കൊലപ്പെടുത്തിയും
കുറെ കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതേപോലെ ആണുങ്ങളെ പരുന്തുംകാലിൽ പോണത് അവസാനം കാണേണ്ടി വരും. അച്ചായ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനേ ഈ ചത്തുപോയ കണ്ണു കാണാത്ത ആ ചെറുക്കനില്ലേ, അവന്റെ തല തൊട്ടപ്പന സങ്കടം എനിക്കുണ്ട്. ഇവിടുത്തെ കാരണവര് ജോർജ്. സിദ്ദീഖ് സാർ കോട്ടയം തൃശ്ശൂരിനൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ബാക്കി ചടങ്ങ്? എന്ത് ചടങ്ങ്? ഒരു മുഴത്തൊക്കെ മാംസം ദർശനത്തിന് വെക്കണം. ജനിച്ചപ്പോഴേ ദൈവം അവന് കണ്ണു കൊടുക്കില്ല. ഇപ്പൊ എടുക്കാൻ നേരം കയ്യുമില്ല, കാലുമില്ല, തലയുമില്ല. അതങ്ങനെ ഒരു ജന്മം. അച്ഛനോട് പറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ഏർപ്പാടാക്കാം. മാർക്കോ വേണ്ട, അവനടക്കം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. ഒന്ന് കെട്ടിപ്പിടിച്ച് തടയാൻ പോലും ഒന്നുമില്ല. മാർക്കോ അറിഞ്ഞെന്ന് തോന്നുന്നു. பிஜிஎம் பாருங்க செம்மையா இருக்கு. പക്ഷേ മമ്മ പറയാ അങ്കിളൊരു ഡോഗാണ്, നമ്മുടെ വീട്ടിലെ കാവൽനായ. അത് നിന്റെ മമ്മിക്ക് മാർക്കോച്ചൻ ഇഷ്ടമല്ലാത്തോണ്ടാ. ഹീസ് എ ഹീറോ, സൂപ്പർ ഹീറോ. ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു ദിവസം നമ്മൾ വീട്ടിലൊരു കോൾ വന്നു. അച്ചായ ജോണിയാണ്. ആടാ പട്ടി ജോണി പറയടാ. കുറച്ച് ചെമ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ടം വെച്ച് കുറച്ച് പൈസ വാങ്ങാൻ കരുതി. അതിന് നീ എന്തിനാ എന്നെ വിളിക്കുന്നു? നേരെ വീട്ടിൽ ചെന്നാ പോലെ. സ്വന്തം പറയല്ല, വേറെ ഇല്ല. നിന്റെ അനിയനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. പൊന്നാരനിയനെ തിരിച്ചു വേണമെങ്കിലേ 4 കിലോ ബിസ്ക്കറ്റ് അടിച്ച് 9 തിളക്കത്തിൽ കൊണ്ടുപോകാണ്. അവൻ പട്ടിക്കൂട്ടിലെ വെച്ച് അവിടെങ്ങനെ കടിച്ചു കയറണമെങ്കിലേ പണ്ടവും പറാഴ്ച ஐயோ கை துண்டா கிடக்குது. വണ്ടി മൊത്തം ആടുത്. അനിയനെന്നാ പറഞ്ഞേ, ഏതായാലും വിക്ടറല്ല. ഓ പണയമായി പിടിച്ച പണ്ടം
Yay! Yay! Oh, 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 oh. അയ്യോ കണ്ണ് He is a wrong person. ഓ ഓ Hey, Rose. I'm a dog lover. I have a husky. His name is Rocky. ഓ എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. செம்ம அந்த ஒரு லேடிஸோட பிஜிஎம் Marco. Oh. Marco. You are dealing with the wrong person. 1%. Oh. 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 Marco. കാര്യം എന്തൊക്കെ പറഞ്ഞു മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ പറ്റ ആർക്കൊക്കെ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല. കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടറി ഇല്ലേ? പിന്നെ ആൻസി അവള് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ 4-ാമൻ? വലിയ പറ്റ മര്യാദയിൽ സംസാരിക്കും. അല്ല അച്ഛാ ഇനി മാർക്കോട് എന്താ എത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടെ പറപ്പൊന്നുമല്ലല്ലോ, സ്വന്തം ചോരയോടില്ലാത്ത ഇഷ്ടം എങ്ങു നിന്ന് വന്നു കയറി ഒരുത്തനോട്. അതെന്നെ പഠിപ്പിച്ചത് എന്റെ നിന്റെ അപ്പൻ അടാട്ട് കാർന്നൂര് തന്നെ. അങ്ങേര് ഒരു ദിവസം അവൻ എവിടെ നിന്നും വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പന്റെ പേരും കൊടുത്തു, മാർക്കോ. അതായത് എന്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർക്കോ. അത് എനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രന്. അല്ല എന്നു മുതൽ അവൻ നിനക്ക് കൂടപ്പുറപ്പ് അല്ലാതായത് സ്വത്ത് വിതപ്പിച്ചപ്പോൾ. അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണം എന്നൊക്കെ ജോർജിന് അറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും
ബാസ്റ്റഡ് തന്നെയാണ്. ഒരു തറവാട്ടിലും പിഴച്ചുണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും കാര്യമുണ്ട്. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടുന്നത്. ഇച്ചായി പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ കഥ എടുത്ത് ഈ വല്യപ്പച്ചനാണ്. അവിടുത്തെ ആദായത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രം ഉള്ളതല്ലേ? അത് നിയമത്തിലുള്ള കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടൂർക്കാരെ വിളിക്കാനുള്ളല്ലോ. വെറുതെ ഇല്ല, കർത്താവ് നിന്നെ കണ്ണുകൂട്ടനാക്കിയത്. നിന്നെയൊക്കെ തന്തയുടെ സ്ഥാനത്താ ഞാൻ. തന്തയുടെ സ്ഥാനത്ത് എന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. ചിലർക്ക് കർത്താവ് കണ്ണു കൊടുക്കില്ല, ചിലർക്ക് ബോധം. സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണ്ട. ചിട്ടത്തി ആർക്കോ ഞങ്ങൾക്കാരെന്ന് ഈ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞില്ല. വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തിയ. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല. சூப்பர் 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 வேற மாதிரி அல்டிமேட்டாக இருந்துச்சு. சேட்டை இந்த சீன் டூலனாவது வருவாரான்னு சொல்லிட்டு எதிர்பார்த்துக்கிட்டு இருந்தான். அதோட ஒரு என்ட்ரு எல்லாத்துக்கும் வந்து என்ட்ரு வந்து பார்த்திங்கன்னா ஒரு எப்படி ஒரு மாஸ் என்ட்ராக இருக்கும். ஆனால் நம்ம சேட்டனுக்கு வந்து இந்த மார்க்கோ மூவில வந்து பார்த்திங்கன்னா என்ட்ரில் வெறித்தனமான ஒரு என்ட்ரு வேற மாதிரி இருந்துச்சு. அந்த வேனுக்குள்ள வந்து அந்த இது அது என்னது நாயை போட்டு பிச்சு அது என்ன சொல்றது என்ன என்ன பண்ண முடியுமோ எல்லாத்தையுமே வந்து பண்ணிட்டாரு. அது ஏதோ வந்து சாப்பிட்டுட்டு அவருக்கு வந்து ஒத்துக்கலையாட்டுக்கு வாமிட்லாம் வந்து எடுத்து வேற மாதிரி வந்து அந்த வந்து ஃபைட் வந்து இருந்துச்சு. அதுக்கப்புறம் வந்து சித்திக் சார்லாம் வந்து காமிச்சாங்க. சித்திக் சார் வந்து இருக்கான்னு சொல்லிட்டு நான் இது பார்க்கும்போது தான் சொல்லிட்டு தெரியும். சித்திக் சார் இருக்காங்க. அவரு வந்து மார்க்கோ அனுப்பவா அப்படிங்கிற மாதிரி எதுவும் வந்து பேசிட்டாங்க. ஒரு சித்திக் சாரோட ஆளா இல்லை என்னன்னு சொல்லிட்டு தெரியல. ஃபுல் மூவியாக வந்து பார்த்தா தான் சொல்லிட்டு தெரியும். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். ஆனால் வந்து எப்படி சொல்கிறது, ஒரு பிரமிச்சு போய் அப்படியே வந்து பார்த்தேன். இதெல்லாம் வந்து பார்த்தீங்கன்னா ஒரு பெரிய ஸ்க்ரீனில் வந்து பார்த்தா தான் வந்து அல்டிமேட்டாக இருக்கும். எத்தனை பேர் வந்து பார்த்து இந்த ரியாக்ஷன் வீடியோ பார்க்குறீங்களோ கீழே கமெண்ட் செக்ஷனில் சொல்லுங்கள், நான் கண்டிப்பாக தெரிஞ்சுக்கிறேன். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். சீன் ஒன்று பார்க்காதவங்க கண்டிப்பாக போய் பாருங்கள். இது போல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம்.